ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കയറുന്നത് ഒരു ഛത്തീസ്ഗഡിലുള്ളൊരു മഹാശിവക്ഷേത്രത്തിലാണ്. നിറയെ പടിയുണ്ട് കേട്ടോ. പടി കയറിയിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് എത്താൻ. കാണുന്നുണ്ടോ? നോക്ക്, പിന്നെ മുകളിൽ കയറി ഒത്തിരി പടിയുണ്ട്. ആ പടിയെല്ലാം കയറി നമ്മൾ അങ്ങനെ ആ ശിവക്ഷേത്രത്തിലെത്തും. ഒത്തിരി പടിയുണ്ട് കേട്ടോ. നന്നായി ക്ഷീണിക്കും. കാലത്ത് നല്ലൊരു വൈബാണിത്. ഇങ്ങനെ പടി കയറി അമ്പലത്തിൽ പോകുന്നെന്ന് പറയുന്നത്. ഇതൊന്നും ആരും ഇടാറുണ്ടാവില്ല. ഇങ്ങനെയൊന്നും ഛത്തീസ്ഗഡിലൊക്കെ വന്ന് ഈ നെന്മാറ വല്ലങ്ങി കുറേ ബ്ലോഗർമാരും കുറേ ആൾക്കാരുണ്ട്. എല്ലാം ഈ കുണ്ടൻ ചെറ്റിൽ എന്താ പറയുക, അങ്ങനെ പഠിക്കുന്ന ആൾക്കാരാണ്. ഇതേപോലെ വേൾഡ് വൈഡ് നടക്കുന്നവർ ആരുമില്ല. അത് നിഷേധ് വല്ലയിക്കാരൻ, അത് ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വേൾഡ് വൈഡായിട്ട് പോകുന്നതും ഇടുന്നതും, അല്ലാതെ വേറെ ആരുമില്ല. സത്യം പറഞ്ഞാൽ നല്ല ഇതുണ്ട് കേട്ടോ കയറാനൊക്കെ. അയ്യോ, ഇങ്ങോട്ട് റോഡൊക്കെ ഉണ്ട്. ഇതിൽ കൂടെ മുകളിൽ കയറി വരാനും അമ്പലത്തേക്കൊക്കെ സാധനം കൊണ്ട് വരാനും എല്ലാത്തിനും എൻ്റെ ഉള്ളൂ. നമുക്ക് ആദ്യം അമ്പലത്തിൻ്റെ വെളിയെല്ലാം കാണിച്ചു തരാം. അമ്മേ, മുകളിൽ കയറി ഇനിയും പടിയുണ്ട്. നോക്കാം, കയറി നോക്കാമല്ലോ അല്ലേ, എന്താണെന്ന് കാണാമല്ലോ. ഛത്തീസ്ഗഡാണ്, മറ്റേ നമുക്കും അറിഞ്ഞുകൂടാം. എന്താ പറയുക, ഹമാരഗാടി തുമ്മാരഗാടി ടച്ച് നെയ് ഹിന്ദിയാണ് മൊത്തം. ബാക്കി വരുന്നോടെ ചെയ്യണം, നോക്കാലോ. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ് എത്തി. ഇതൊക്കെയാണ്. ഒരു ചേച്ചി അവിടെ പൂവൊക്കെ വലിക്കുന്നുണ്ട്, ചെമ്പരത്തി പൂ. ഇവിടെയും ചെമ്പരത്തി പൂവൊക്കെ ഉണ്ട് കേട്ടോ. നോട്ടെ, കാണിച്ചു തരാം. ചെമ്പരപ്പൂ കണ്ടില്ലേ? ശിവകോവിലിന്റെ ഫ്രണ്ടിൽ നല്ലൊരു നന്ദിയുണ്ട്. നന്ദി അങ്ങനെ നമ്മൾ ഛത്തീസ്ഗഡിലെ ശിവക്ഷേത്രത്തെത്തി. നല്ലൊരു എന്താ പറയുക, ഗണപതി ഹോമം കഴിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഛത്തീസ്ഗഡിലെ ശിവക്ഷേത്രം. ഓക്കെ, ഇനി അകത്തൊന്നും എടുക്കാൻ സമ്മതിക്കില്ല അവർ. ഇതുവരെ തന്നെ സമ്മതിച്ചത് വളരെ എന്നോടുള്ളൊരു ഇതുകൊണ്ട്. ഓക്കെ, ബൈ, നാളെ കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.